ഉസ്ബെക്കിസ്ഥാൻ എന്തോ ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ അവരൊക്കെ. ഹായ് ഹായ് മോനെ, നീ ഒറ്റയ്ക്കാണോ? ഹായ് 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 ഹായ്. നമുക്ക് ചീപ്പായിട്ട് ജീവിക്കാൻ ഇത് രണ്ടും ഉണ്ടായിരുന്നാൽ മതി ഇവിടെ, മനസ്സിലായില്ലേ? ഹായ്. What is this? Meat. This is meat. Ghost. How much this? 6,000. 6,000. Okay. This is what? Cheese. Okay. This boiled egg? It's boiled egg? Okay. Give me this one. One piece. കാരണം നമുക്ക് ട്രെയിനിൽ കയറി ഒരു വകയും കിട്ടൂല ഗൈസ്. കാരണം ഇതുവരെ ട്രെയിൻ യാത്ര ചെയ്തിട്ട് എപ്പോഴും പെടലേ ഉള്ളൂ. പിന്നെ സ്റ്റേഷനിലൊന്നും ഇനി ഇറങ്ങാൻ വയ്യ നമുക്ക്. No. Ghost one piece. And how much this one pizza? 25,000. Okay. No need this one. 25,000 രൂപയാണ് കേട്ടോ പിസ്സ. $2 25,000 160 രൂപ കേട്ടോ ഇന്ത്യൻ മണി. ആൻഡ് no parcel now. And what is this? Potato and this one. One 4,000. Okay. 10,000 രൂപയുടെ സാധനം നമ്മൾ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഓക്കെ, താങ്ക് യു. പിന്നെ ബിസ്ക്കറ്റ് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൊടുക്കണം. അതെ, ഇത് തന്നെയാണ് കേട്ടോ ട്രെയിൻ. നമുക്ക് തഷ്കന്ദിലേക്കുള്ള നൈസ് ട്രെയിനാണ്. നമ്മളിപ്പോഴാണ് ശരിക്കും ട്രെയിൻ നല്ലപോലെ ഒന്ന് കാണുന്നത് അല്ലേ. നമ്മൾ ഇതിന് മുന്നേയൊക്കെ പോകുമ്പോഴൊക്കെ ശരിക്കും ഇരുട്ടായതിനു ശേഷം ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പ്രാവശ്യം നമുക്ക് ഇച്ചിരി നന്നായിട്ട് കാണാം. ഇതാണ് ട്രെയിൻ കേട്ടോ. ഇത് ലോക്കൽ ട്രെയിനാണ്, ബുള്ളറ്റ് ട്രെയിൻ അല്ല. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ അവൈലബിൾ അല്ല ഈ സമയത്തൊന്നും. പിന്നെ ബുള്ളറ്റ് ട്രെയിന് നല്ല റേറ്റും ആവും, 12 മണിക്കൂർ യാത്രയാകുമ്പോഴത്തേക്കും. അതുകൊണ്ട് നമ്മൾ ലോക്കൽ ട്രെയിനിലാണ് പോകുന്നത്. നോർമലി നമ്മൾ ട്രെയിനിൽ, നമ്മളെ നാട്ടിലാണെങ്കിൽ ട്രെയിനിൽ കയറിയിട്ട് TTR വന്നില്ലേ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ടിക്കറ്റ് കാണിച്ചാലേ നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് ഇറക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ. അടിപൊളി. നമ്മൾ ട്രെയിനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ അന്ന് വന്ന ട്രെയിൻ പോലെ അല്ല കേട്ടോ. ഇത് ലോങ് ട്രെയിൻ ആയതുകൊണ്ട് കുറച്ചും കൂടി സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. 24 സോറി 056. ഏതാണോ സീറ്റ് നമ്പർ ഉടച്ചോനെ? പുള്ളി ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയതുകൊണ്ട്. ഓക്കെ, 24 ദിസ് വൺ. ഓക്കെ, ഇതാണ് കേട്ടോ. ഓക്കെ, ഈ ബർത്താണ് നമ്മളത്. ഓക്കെ. ഇവിടെ 2 എണ്ണമാണ് കേട്ടോ വരുന്നത്. 2 ബർത്ത് ഇവിടെ, അവിടെ 2 ബർത്ത്, മൊത്തം 6 ബർത്ത് കേട്ടോ. നമ്മളെ നാട്ടിൽ 3, 2 വരുന്നത്. 3, 2, 8. ഇവിടെ 6 ആയിട്ടാണ് വരുന്നത്. ഗൈസ് നമുക്ക് കണ്ടില്ലേ, ഇതേപോലൊരു കിറ്റ് തരും കേട്ടോ. ഇതിൽ ബെഡ്ഷീറ്റാണ്. ഒരു ബെഡ്ഷീറ്റ് ഉണ്ടാവും, പുതയ്ക്കാനുള്ള ഉണ്ടാവും, തലങ്ങണി ഉണ്ടാവും. പിന്നെ ഇനി നമുക്കിവിടെ മറച്ചിടാൻ വേണ്ടിയിട്ടൊരു വെള്ള കളർ തുണി ഉണ്ടാവും കേട്ടോ. സംഭവം ഇതാണ് സാധനം. ഇപ്പോൾ കൊണ്ട് തന്നിട്ട് പോയത്. ഇപ്പോഴെല്ലാം നമ്മൾ കയറുമ്പോഴേ അവരോട് കൊണ്ട് വെച്ചിട്ട് പോകും കേട്ടോ. ഞാനും കയറി ഒന്ന് കിടക്കാൻ പോകണമെന്ന് ഒരുപാട് നടന്നു, ഇഷ്ടം പോലെ നടന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, ഒരു ട്രാവൽ എക്സ്പീരിയൻസ്, ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞു നല്ല രീതിയിൽ ടയർഡാണ്. സോ ഗൈസ്, നമ്മളിന്ന് കിടന്നുറങ്ങാൻ പോവാണ്. ബാക്കി രാവിലെ കാണാം, നാളെ രാവിലെ. ഗൈസ്, അങ്ങനെ ഇതാ നീണ്ട ഒരു 12-12.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വന്ന ട്രെയിൻ താണ്ടെ
നമ്മളിത് തഷ്കന്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തഷ്കന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഉസ്ബെക്കിസ്ഥാനിലാണ് നമ്മളങ്ങനെ എത്തിയിരിക്കുന്നത്. അവസാനം ഏറെ പ്രാധാന്യമേറിയ ഉസ്ബെക്കിസ്ഥാനിലെ ആ ഒരു തഷ്കന്തിൽ നമ്മളിതാ ഇല്ലോളം വൈകിയാലും നമ്മൾ ചൂടെടുത്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. തഷ്കന്തിൽ സൗത്ത് നോർത്തും ഉണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ എന്തോ ആണ്. ഇത് ഏതാണെന്ന് എനിക്കറിയില്ല. തഷ്കന്താണ് നോർത്താണോ സൗത്താണോന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. എല്ലാം പറഞ്ഞ പോലെ നോ ടാക്സി മൈ ഫ്രണ്ട് വെയിറ്റ്. ഓക്കെ 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 ആ ടാക്സി വേണ്ട പോയി വേണ്ട. ഇവിടെ ആസ് യൂഷ്വൽ കണ്ടില്ലേ ഗൈസ് ടാക്സി. പിന്നെ ഇപ്പോൾ രാവിലെ 7:30 7:45 ഗൈസ്. ഇവിടുത്തെ ട്രെയിനിൻ്റെ ടൈമിംഗ് ഇല്ലേ, ഇവിടുത്തെ ട്രെയിനുകളുടെ പഞ്ച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഒക്കെ ശരിക്കും. കാരണം 8:10 എടുക്കും എന്ന് പറഞ്ഞാൽ 8:10 എടുത്തിരിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത ഇത് വെച്ച് പറയുകയാണേ. അതേപോലെ 8:30 എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് എത്തും ട്രെയിൻ. ഇത് 8:30 എത്തേണ്ട ട്രെയിനാണ്, പക്ഷേ 7:50 ആയപ്പോൾ നമ്മൾ തഷ്കന്തിലെത്തി കേട്ടോ. അത്ര ഫാസ്റ്റാണ്, അത്ര ടൈമിങ്ങിൽ പഞ്ച്വാലിറ്റി പക്കയാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇനി നമ്മളവിടെ ഇഷ്ടംപോലെ ട്രെയിൻ സർവീസസ് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ കേട്ടോ അതേ ബസ് സ്റ്റോപ്പും വരുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള ഒരു ബസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിനു മുന്നേ പോയ സ്ഥലങ്ങളിലൊക്കെ ചെറിയ മിനി വാനും കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ മിനി ബസ്സൊക്കെയാണ് അവിടെ ബസ് സർവീസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലുള്ള നല്ല കിടിലം ബസ്സുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനും ഒരു ബസ് സ്റ്റേഷനും അടുത്തടുത്താണ് കേട്ടോ. ആ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ, ഈ കാണുന്ന ബസ് സ്റ്റേഷൻ കേട്ടോ. ഇത് നല്ല ലെങ്ത് ഉള്ള നമ്മൾ ദുബായിലൊക്കെ ഉള്ള പോലത്തെ ബസ്സാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു തഷ്കന്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ സമർക്കന്തിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ബുഖാറയിലൊന്നും നമുക്ക് ഇതുപോലുള്ള ബസ്സുകൾ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ തഷ്കന്തിൽ വന്നപ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള ബസ്സുകളൊക്കെ കാണാൻ സാധിച്ചത് കേട്ടോ. നല്ല തിരക്കായി കഴിച്ചത്, അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഞാനിവിടെ ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് ഇത്രയും വണ്ടികളൊക്കെ ഒരുമിച്ച് കാണുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് കേട്ടോ. തഷ്കന്തിൽ എത്തിയതിനു ശേഷമാണ്. Do you speak English? Yeah. Okay. Actually, I want to go this area. Farabi Street. Farabi Street? Yes. This Can area. I? Can I? This area. 131 bus. Bus. Okay. 131. 100. Yeah, what? This. 100 number bus. Yeah. This bus? 131. Yeah, this bus. This bus. Okay, Yeah. 131. Okay. Thank you. Have a So good much. day. Thank you. ഗൈസ് ഇതാണ് ബസ് എന്നാണ് കേട്ടോ പറഞ്ഞത്. 131 നമ്പറാണ് ബസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ബസ്സിലങ്ങ് പോകാൻ കയറി. ടിക്കറ്റ് ഗൈസ് ഇതാണ് ബസ് കേട്ടോ. നമ്മളിത് ഇതിനകത്ത് കയറി. ഇതിൽ കയറാനാ പെങ്കൊച്ചു പറഞ്ഞത്, അത് കാരണം നമ്മൾ ഇതിനകത്ത് കയറിയിട്ടുള്ളത്. ബാക്കിയുള്ളൊരു സീറ്റൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെ ടിക്കറ്റ് എടുക്കണോ അതോ നമ്മൾ ദുബായിലേക്ക് പോലെ കാർഡാണോ എന്ന് അറിയത്തില്ല കേട്ടോ. നമ്മളെന്തായാലും ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 14 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഈ നമ്പർ ബസ്സിൽ കയറാനാണ് ആ പെങ്കൊച്ചു പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ്റെ അടുത്തൊരു ബസ് സ്റ്റോപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ് സ്റ്റോപ്പ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യു സ്പീക്ക് ഇംഗ്ലീഷ്? You speak English? This bus is going to this area. Can you check medical academy? You need to go to this bus? I want to go to Farabi Street, that area. Somebody said this buses go there. That's why I entered the bus. Hi. You know me? Your name? Imarat. Okay. ഒരു ചെക്കനോടുണ്ട് കേട്ടോ. അത് സുന്ദരം ചെറുക്കൻ കേട്ടോ. ഇപ്പോൾ വന്നിരുന്നതാണ്. ഇപ്പോൾ ഈ സ്റ്റോപ്പിൽ കുറേ ആൾക്കാർ ഇറങ്ങി. അപ്പോൾ പയ്യനിപ്പോൾ കയറി ഇത് എവിടെ ഇരുന്ന് കേട്ടോ. അപ്പോൾ പുള്ളി പയ്യനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ക്യാമറയിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവനെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. നാണമാണ് കേട്ടോ എനിക്ക്. ഉസ്ബെക്ക് യു ഉസ്ബെക്ക് റഷ്യ എന്തോ പറയുന്നു. ഓക്കെ 8 വയസ്സെന്നായിരിക്കും കേട്ടോ ഉദ്ദേശിച്ചത്. ഓക്കെ മോനെ നീ ഒറ്റയ്ക്കാണോ?
Ekak. ഞാൻ സൗണ്ട് വെച്ചിട്ട് സ്പീച്ച് ഔട്ട്. ആ യെസ് ഓക്കെ ഓക്കെ യെസ് മനസ്സിലായി കേട്ടോ. വിച്ച് ലാംഗ്വേജ്? ഉസ്ബെക്, റഷ്യൻ. ഓ റഷ്യൻ, അത് പറ. അപ്പം നമുക്ക് റഷ്യനിൽ ചോദിക്കാം. റഷ്യൻ പയ്യനാണ് കേട്ടോ. മോനെ നീ ഒറ്റയ്ക്കാണോ? ശടാ മോനെ നീ ഒറ്റയ്ക്കാണോ? സ്പീക്ക്. ഒന്നും മനസ്സിലാവുന്നില്ല കേസ്. ശരി ഇവനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല, ഞാൻ പറയുന്ന അവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഓഫ് ഓഫ് ഓഫായി ഗൈസ്. നമ്മൾ വന്ന ബസ് ദേ പോയി. ഞാൻ എന്താ ഇവിടെ ഇറങ്ങി. ഞാൻ മാപ്പ് നോക്കിയിരുന്നപ്പോൾ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കാണിക്കുന്നു. കുറേ നേരമായിട്ട് 4 കിലോമീറ്റർ കാണിക്കുന്നു. പക്ഷേ ബസ് നേരെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലെഫ്റ്റ് ടേൺ എടുക്കുന്നേ ഇല്ല ബസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ഇറങ്ങിയിട്ട് എന്തായാലും പോകേണ്ടി വരുന്നു. 4 കിലോമീറ്ററേ ഉള്ളൂ ഇനി. പക്ഷേ ഇപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ, ഇവിടുത്തെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തത് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട നമ്മൾ ആ മിനി ബസ്സൊക്കെ പോയില്ലേ, അതൊക്കെ ലോക്കൽ സെറ്റപ്പാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽസ് ആൾക്കാരെ കയറ്റി ആ ഒരു ഏരിയയിൽ നിന്ന് അടുത്ത ഏരിയയിലോട്ട് ഇറക്കുന്നതാണ് കേട്ടോ. അത് 5000 ആയിരുന്നു ചാർജ്. പക്ഷേ ഇവിടെ 2000 സോമേ ആയിട്ടുള്ളൂ കൈസ്. 2000 ഏകദേശം ഒരു 10-20 കിലോമീറ്റർ വന്നിട്ടുണ്ട്. 15 രൂപയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഈ ബസ് യാത്രയ്ക്ക്. ഭയങ്കര ചീപ്പായിരുന്നു കേട്ടോ, ഭയങ്കര ചീപ്പാണ്. ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റായിട്ട് ആൾക്കാർ കാണുവാണെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ അവർ നമ്മളെ മുതലാക്കും, പൈസ നല്ല വാങ്ങിക്കും. ഏറ്റവും ബെസ്റ്റ് ഇവിടുത്തെ ഗവൺമെൻറ് ട്രാൻസ്പോർട്ടേഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഏതോ ഒരു സ്ഥലമാണ്. ഏതോ സ്ഥലമൊന്നും എനിക്കൊരു പിടിയില്ല ഗൈസ്. പക്ഷേ ഇത് ഈ ഒരു ബിൽഡിങ്ങൊക്കെ നോക്കിയാൽ പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. പക്ഷേ ഭയങ്കര വലിയ ബിൽഡിങ്ങും ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഈ മരങ്ങളും റോഡും ഒക്കെ ആയിട്ട് നല്ല വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 4 കിലോമീറ്റർ പോകണം. അപ്പോൾ 4 കിലോമീറ്റർ നമ്മൾ ഇനിയിപ്പോൾ യാൻഡെക്സ് എടുത്ത് പോകാൻ പോവാണ് കേട്ടോ. ഇവിടെ യാൻഡെക്സ് ഉണ്ട്. 4 കിലോമീറ്റർ വലിയ പൈസ ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നോക്കട്ടെ യാൻഡെക്സിൽ എത്ര രൂപ ആവും എന്നുള്ളത്. ഹിന്ദുസ്ഥാൻ കത്തീവേ സൗത്ത് എന്താണ് അറിയില്ല ഗൈസ്. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അതെ എന്തോ ഈ പ്രായത്തിലും ജോലി ചെയ്യുന്നുണ്ടല്ലേ അവരൊക്കെ. ഹായ് ഹായ്. ഉസ്ബെക് ഗുഡ് ഉസ്ബെക്. ഹായ് Uzbekistan zor. Zor, молодец. Zor. Uzbekistan അടിപൊളിയാന്ന് കേട്ടോ പറയുന്നത്. താങ്ക് യു. റഹ്മത്ത്. Bye. Uzbek taxi Yandex taxi. Assalamu alaikum. Avle ko'rdim. Ko'chasidamiz. Bu bola general uzoqdan sizga tashlayapti. Qarang, svetofor bor-u, ikki tarafida magazinlar bor. 9 etashkami bor. Okay, അവിടെ ഉണ്ടെന്നാ പറഞ്ഞേട്ടോ. ഈ സിഗ്നലിലുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. സിഗ്നൽ എന്നാണ് അവരുടെ ലാംഗ്വേജിൽ അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിൽക്കാം, വണ്ടി ഇപ്പോൾ വരും. അതെ ഇത് തന്നെ. അതേ വരുന്നത് ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ. ഓക്കെ ബൈ റഹ്മത്ത്. ബൈ. പക്ഷേ ഇവിടെ തഷ്കന്തിൽ എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ യാൻഡെക്സ്. കാരണം നമുക്ക് അവിടെ 4 കിലോമീറ്ററിനൊക്കെ 5000 സോമിനൊക്കെ കിട്ടിയായിരുന്നു, ബുക്കാറയിലും സമർക്കന്തിലൊക്കെ. പക്ഷെ തഷ്കന്തിൽ വന്നപ്പോൾ 4 കിലോമീറ്റർ ഉള്ളു കൈസ് ഇവിടുന്ന്. പക്ഷേ 10500 സോമായി കേട്ടോ. ഈ സോമിൻ്റെ ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട് ഞാൻ ഓൾറെഡി ഇതിൽ കാണിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യൻ മണി എത്രയാണ്, ദർഹംസിൽ എത്രയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് പിന്നെ ദുബായിൽ ജോലി ചെയ്ത ആളായതുകൊണ്ടാണ് ഇന്ത്യൻ മണിയിലും ദർഹംസിലും ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഡോളറിലൂടെ കാണിക്കാം. നല്ല ആൾക്കാരാണ് കണ്ടില്ലേ. അവർ എത്രയോ നല്ല പ്രായമുണ്ട്. നമ്മുടെയൊക്കെ ഉമ്മച്ചാമ്മമാരുടെയൊക്കെ പ്രായമുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അമ്മൂമ്മമാരുടെയൊക്കെ പ്രായമുള്ള ആൾക്കാരാണ്. അവരൊക്കെ ഇപ്പോഴും വന്ന് നിന്ന് നല്ല പയർ പോലെ ജോലി ചെയ്യുന്ന കണ്ടില്ലേ. അവരെനിക്ക് തോന്നുന്നു അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണെന്നാണ് തോന്നുന്നത്. അതിനെപ്പറ്റി ചോദിച്ചില്ല ഞാൻ കൂടുതൽ. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. നല്ല സ്നേഹമുള്ള ആൾക്കാർ. ഇന്ത്യ. ഇത് കണ്ടോ, ഇത് സിഗ്നലാണ്. പക്ഷെ നമ്മൾ വണ്ടി ഇങ്ങോട്ട് കയറ്റി എടുക്കുന്നുണ്ടത്. നമ്മളെ നാട്ടിലെ പോലെയൊക്കെ തന്നെ കേട്ടോ ഇവിടെ വണ്ടി. ഇങ്ങനെ വണ്ടി കുത്തിക്കയറ്റിയൊക്കെയാണ് പോകുന്നത്. കണ്ട അടിപൊളിയില്ലേ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടില്ല, ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ 2 ഒരു സംസായും പിന്നെ ഒരു കിഴങ്ങിൻ്റെ ഒരു സാധനമാണ് വാങ്ങിച്ചത്. അത് ഞാൻ രാത്രി കയറി കിടന്നോടെ ഞാൻ നല്ല ഉറക്കം ഉറങ്ങി കഴിച്ചു. 9 മണിക്കൂറെങ്കിലും ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ടുണ്ടാവും ട്രെയിനിൽ. ഉറക്കം കഴിഞ്ഞിട്ടാണ് എണീറ്റിട്ട്
പിന്നെ ഈ സംശയം ഇതും കഴിച്ചത്. ഞാൻ എണീറ്റപ്പോൾ എല്ലാവരും ഉറക്കം, പിന്നെ ഞാൻ മാത്രം എണീറ്റിരുന്ന് സംശയം അതും കഴിച്ചിട്ട് ഞാൻ പിന്നെ ഉണർന്നിരുന്നതാണ്. പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടില്ല, അത്യാവശ്യം നല്ല റെസ്റ്റ് എടുത്തു, നന്നായിട്ട് ഉറങ്ങാനും പറ്റും കേട്ടോ ട്രെയിനിൽ. ഗൈസ് നമ്മൾ ബുക്ക് ചെയ്ത ഹോസ്റ്റൽ ഇതേ കറക്റ്റ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തി കേട്ടോ. ഞാൻ വിചാരിച്ചു ലൊക്കേഷൻ പണി പാളുമെന്ന്, ഭാഗ്യത്തിന് പണിയൊന്നും പാളിയില്ല. ഓക്കെ ബൈ റഹ്മത്ത്, ബൈ റഹ്മത്ത് ബ്രോ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. നമ്മൾ ബുക്ക് ചെയ്ത $10 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടലാണ് ഇതേ ഈ കാണുന്നത് കേട്ടോ. ഇത് കൊള്ളാം, നല്ലൊരു ഏരിയയിലാണ് കേട്ടോ. ഒരു സിറ്റി ഏരിയയിൽ തന്നെയാണ്. ഭാഗ്യം എന്തേ ഫ്രണ്ടിൽ തന്നെ ഒരു സംസ കടയുണ്ട്. അതാകുമ്പോൾ നമുക്ക് ലൈറ്റായിട്ട് എന്താ പറയുക സംസയും കഴിക്കാൻ. അവിടെ ചെറിയ പൈസയ്ക്ക് സംസയും കഴിക്കാൻ. ഇപ്പുറത്തൊരു ബാറൊക്കെ ഉണ്ട് കേട്ടോ. ബാറൊക്കെ നമുക്ക് ആവശ്യമില്ല, അവിടെ ഒരു ബാറുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചതാട്ടോ. ഇവിടെ ഒരു നൈസ് ഏരിയ ആണ്. ഒരു വലിയ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് തന്നെ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിലോട്ട് കയറുന്ന വഴി എനിക്ക് ഏതാണെന്നറിയില്ല. ഇനി ഈ സ്റ്റെപ്പ് വഴി ആയിരിക്കാം കയറുന്നത്. നമുക്ക് മുകളിലേക്ക് പോവാം. തൊട്ട് താഴെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സംസയുടെ ഷോപ്പുണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. മതി, നമുക്ക് ചീപ്പായിട്ട് ജീവിക്കാൻ ഇത് രണ്ടും ഉണ്ടായിരുന്നാൽ മതി ഇവിടെ. മനസ്സിലായില്ലേ? നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ വരുമ്പോൾ എപ്പോഴും ചീപ്പായിട്ട് ജീവിക്കണമെങ്കിൽ തൊട്ടടുത്തൊരു സംസ ഷോപ്പും ഇതേപോലെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ടെങ്കിൽ മതി. ഇതാണോ ഹോസ്റ്റലെന്ന് അറിയില്ല, നോക്കട്ടെ. സാബു ഹോസ്റ്റൽ. Okay. I have a booking. I booked already for 2 days. دوه مسني سجاج كبير صبر هستيل من دكيلدلار. നമ്മൾ ലാഭത്തിൽ ബുക്ക് ചെയ്താണ് ഗൈസ്. പണി വാങ്ങിക്കുമോ? $10 2 ദിവസം കിട്ടിയതാണ്. ചിലപ്പോൾ ബുക്കിംഗ് ID കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി സമയം കഴിഞ്ഞിട്ടൊക്കെ വരാറുള്ളൂ. അഗോഡയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. അഗോഡയിൽ നമ്മൾ ചെയ്തത് ഗൈസ്. അങ്ങനെ നമ്മളിത് റൂമിലെത്തി കേട്ടോ. ആ റൂം തന്നെയാണ് കേട്ടോ നമുക്ക് തന്ന. ഇത് കൊള്ളാം കേട്ടോ. അതെ, 2 പേരെ ഷെയറിങ് റൂമാണ്. പക്ഷെ വേറെ ആരെങ്കിലും വരുമെങ്കിൽ അവർ ഷെയർ ആക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. അതേ ഇവിടെ ഒരു ചെറിയൊരു അലമാരയൊക്കെ ഉണ്ട്. ഡ്രസ്സ് ഇടാൻ തൂക്കിയിടാനായിട്ട് ഹാങ് ചെയ്യാൻ സാധനമുണ്ട്. അവിടെ ചെറിയ കബോർഡുകളൊക്കെ ഉണ്ട്. ഓക്കെയാണ്. ഒരു ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂം ധാരാളമാണ് കേട്ടോ. അത് $5 നമുക്ക് കിട്ടിയത് കേട്ടോ ഒരു ദിവസത്തേക്ക്. 2 ദിവസത്തേക്ക് $10. നമ്മുടെ നാട്ടിലെ 800 രൂപയ്ക്കാണ്, 830 രൂപയ്ക്കാണ് കിട്ടിയത് 2 ദിവസത്തേക്ക്. കൊള്ളാം, അടിപൊളി ഗൈസ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മൾ തഷ്കന്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. തഷ്കന്തിൽ നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. വളരെ ചെറിയ രീതിയിൽ നമ്മൾ കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നു. ഇവിടെ ബുക്കിംഗ് കിട്ടി. നമ്മളിതേ റൂമിൽ കയറി. ഇനി ഒന്ന് ഫ്രഷ് ആവണം, എന്തെങ്കിലും ഫുഡ് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയുടെ കിടിലം കാഴ്ചകളും എപ്പിസോഡുകളും ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ.